ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസായി ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 3-ാം അധ്യായമായ അസത്യദർശനത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: മായൈവ ജഗദാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യതസത്യം സിദ്ധിജാലവത്. ഒന്നും കൂടി: മായൈവ ജഗദാം ആദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ സിദ്ധിജാലവത്. അന്വയം: ജഗദാം ആദികാരണം മായാ ഏവ സർവം തയാ ഹി നിർമ്മിതം മായിനഃ ന അന്യത് സർവം സിദ്ധിജാലവത് അസത്യം. ജഗത്തിൻ്റെ ആദികാരണം മായയാണ്. അതിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് സർവ്വതും. ഈ മായയും ഇതിൻ്റെ കാരണവസ്തുവായ മായാവിയായ ആത്മാവും അന്യമല്ല, ഒന്നു തന്നെയാണ്. സിദ്ധൻ്റെ സിദ്ധികൾ പോലെ ആണ് മായാവിയായ ആത്മാവിൻ്റെ മായകളും. മായം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന് ശ്വേതാശ്വതരോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് പ്രകൃതി മായയാണ്. ഈ മായയായ പ്രകൃതിയുടെ മായാവിയാണ് ഈശ്വരൻ. പ്രകൃതി മായയാണ് എന്ന് ഉപനിഷത്തുകളിൽ പലവിധ സിദ്ധാന്തങ്ങൾ ഉദാഹരണങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നതായി കാണാം. ഇരുട്ടിൽ പിശാചിനെ കാണുന്നത് പോലെ, ചിപ്പിയിൽ വെള്ളി കാണുന്നത് പോലെ, കയറിൽ സർപ്പത്തെ കാണുന്നത് പോലെ മുതലായ ഉദാഹരണങ്ങളാണ് മിക്കവാറും അവതരിക്കപ്പെടുന്നത്. മുൻ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ ഇവയൊക്കെ പല സ്ഥലങ്ങളിലും സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തെ സത്യമോ മിഥ്യയോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു. ആകെ ഉള്ളതിനെ ദൃഷ്ടാവെന്നും ദൃശ്യമെന്നും രണ്ടായി തിരിച്ചാൽ ദൃഷ്ടാവിൻ്റെ അസ്തിത്വം നിരുപാധികവും ദൃശ്യമായ സകലതും സ്വാഭാവികവുമായ അറിവ് മാത്രമാണ് എന്നും ബോധ്യമാകും. ഒന്നിനെ എടുത്ത് അത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അസ്തിത്വം മറ്റൊന്നിലാണ് എന്ന് വരും. നേത്രം മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നാം സർവ്വതും അറിയുന്നത്. കണ്ണ് തരുന്ന അറിവിനെ മാത്രം ഒന്ന് പരിശോധിക്കാം. കണ്ണിൻ്റെ അനുഭവം കാഴ്ചയാണ്. സർവ്വതിൻ്റെയും രൂപം കണ്ണിൻ്റെ സഹായത്തോടു കൂടിയാണ് നാം അറിയുന്നത്. രൂപത്തിൽ ആകൃതി, വലിപ്പം, നിറം, സ്ഥിതി ഇത്രയും അടങ്ങിയിരിക്കുന്നു. ആകൃതി എന്നാൽ ചതുരം, വൃത്തം, ഗോളം മുതലായ വ്യത്യാസങ്ങൾ അടങ്ങുന്നു. സ്ഥിതി എന്നതുകൊണ്ട് അകലെയോ അടുത്തോ എന്നും നിശ്ചലമാണോ ചഞ്ചലമാണോ എന്നും മറ്റും ഉള്ള അറിവാണ് ഉദ്ദേശിക്കുന്നത്. വസ്തുക്കൾക്ക് ഭാരം എന്ന ഒരു ഗുണം കൂടി ഉള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അത് ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളിൽ പെടാത്ത ഒന്നായതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ഇനി ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാം. എല്ലാ വസ്തുക്കളെയും എന്തെങ്കിലും ഒരു നിറത്തോടു കൂടിയാണ് കാണുന്നത്. എന്നാൽ ശാസ്ത്രം പറയുന്നത് വസ്തുക്കൾക്കല്ല നിറം, പ്രകാശത്തിൻ്റേതാണ് നിറമെന്നാണ്. പ്രകാശരശ്മിയിലുള്ള 7 വർണ്ണങ്ങളാണ് വസ്തുക്കൾക്ക് നിറമുണ്ടാക്കുന്നത്. പ്രകാശമില്ലെങ്കിൽ നിറമില്ല. മാത്രമല്ല, പ്രകാശമില്ലെങ്കിൽ കാഴ്ച തന്നെ ഇല്ല. അതായത്
പ്രകാശം എന്ന ഉപാധിയെ ആശ്രയിച്ചാണ് നിറവും കാഴ്ചയും നിലനിൽക്കുന്നത്. വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി കണ്ണിൽ പതിക്കുമ്പോഴാണ് വസ്തു ദൃശ്യമാകുന്നത്. വസ്തു നമ്മുടെ കണ്ണിൽ വന്ന് മുട്ടുന്നില്ല, പ്രകാശമാണ് വന്ന് മുട്ടുന്നത്. എന്നാൽ കണ്ണിൽ വന്ന് മുട്ടുന്ന പ്രകാശത്തെ നാം കാണുന്നില്ല, ദൂരെയുള്ള വസ്തുവിനെയാണ് കാണുന്നത്. ഇനി വലിപ്പച്ചെറുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഭൂമിയേക്കാൾ അനേക ലക്ഷം മടങ്ങ് ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ എത്രയോ ചെറുതായിട്ടാണ് നാം കാണുന്നത്. പണ്ടുള്ളവർ ഭൂമിയെയാണ് ഏറ്റവും വലുതായിട്ട് കരുതിയിരുന്നത്. അതായത് വലിപ്പച്ചെറുപ്പത്തെക്കുറിച്ചുള്ള അറിവും സ്വാഭാവികമാണ്. ഭാരത്തിൻ്റെ കാര്യമെടുത്താൽ, ഭൂഗുരുത്വമാണ് വസ്തുക്കൾക്ക് ഭാരമുണ്ടാക്കുന്നത്. ഗുരുത്വാകർഷണം കുറഞ്ഞ ചന്ദ്രനിൽ ചെന്നാൽ ഭാരം ഇവിടെ ഉള്ളതിൻ്റെ അനേക മടങ്ങ് കുറയും. അതായത് അതും സ്വാഭാവികമാണ്. എന്തിനേറെ പറയുന്നു, കണ്ണെന്ന ഉപാധി ഇല്ലെങ്കിൽ ഒരു കാഴ്ചയും ഉണ്ടാകുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന എല്ലാ അറിവുകളും ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ഉപാധികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ജീവൻ എന്ന ഉപാധിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സകലതും ജീവാത്മബോധത്തിലാണ് നിൽക്കുന്നത്. ഈ ജീവാത്മബോധമാണ് മായയുടെ അടിത്തറ. ഇതെല്ലാം സൃഷ്ടിച്ചത് ആത്മാവിൻ്റെ സങ്കല്പമാകയാൽ ആത്മാവാണ് മായാവി. ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം, ആത്മാവെന്തിനാണ് മായാവിയുടെ വേഷം കിട്ടിയത്? സ്വർണത്തെ എന്തിനാണ് ആഭരണങ്ങളുടെ രൂപത്തിലാക്കുന്നത്? സ്വർണം ആഭരണമാക്കിയില്ലെങ്കിലും വിലയേറിയ വസ്തുവാണല്ലോ. ഉത്തരം, സ്വർണം ആഭരണമാകുമ്പോൾ പ്രകടമാകുന്ന സൗന്ദര്യവും അപ്പോഴുണ്ടാകുന്ന ഉപയോഗങ്ങളും വെറും സ്വർണ്ണക്കട്ടയിൽ ഉണ്ടാകില്ല. അതുപോലെ ബ്രഹ്മത്തിലെ സച്ചിദാനന്ദം അമൂർത്തവും അദൃശ്യവുമാണ്. എനിക്ക് എൻ്റെ സൗന്ദര്യം കാണാൻ ഒരു കണ്ണാടി വേണം. അതുപോലെ ആത്മാവ് മായ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കണ്ണാടിയിൽ നിർമ്മിച്ചു. അതാണ് പ്രകൃതി. അതിൽ തന്നിലടങ്ങുന്ന ചൈതന്യങ്ങളെ നിഴലാക്കി കണ്ടു നാമരൂപാത്മകമായ ഒരു ജഗത്ത് സൃഷ്ടിച്ചു. സത്സ്വരൂപത്തിൽ നിന്ന് ദേഹങ്ങളും രൂപങ്ങളും ഉണ്ടായി. ചിത്സ്വരൂപത്തിൽ നിന്ന് ജീവനും മനോബുദ്ധി അഹങ്കാരങ്ങളും ഉണ്ടായി. ജലാശയത്തിൽ ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ സൂര്യബിംബത്തിൻ്റെ അനേക പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നത് പോലെ പ്രകൃതിയിൽ ആത്മചൈതന്യത്തിൻ്റെ അനേകം പ്രതിരൂപങ്ങൾ ഉണ്ടായി. താൻ സ്വയം അനേകങ്ങളായി പരിണമിച്ചു. ഓരോ ശരീരത്തിലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ഞാനുണ്ടായി. ഞാൻ തന്നെ അനേക ദേഹങ്ങളിൽ, അനേക രൂപങ്ങളിൽ, അനേക ഭാവങ്ങളിൽ ലോകമാകുന്ന നാടകശാലയിൽ നാടകമാടുകയാണ്. ഓരോ ഞാനും തൻ്റേതായ ഭാഗം അഭിനയിക്കുകയും മറ്റുള്ളവരുടെ അഭിനയം കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. ആത്മോപദേശതകത്തിൽ അഹമഹമെന്നറിയുന്നതൊക്കെ ആരായുകിലകമേ വരതല്ല അതേകമാകും എന്ന് പറയപ്പെട്ടത് ഈ കാര്യം തന്നെയാണ്. പരമാത്മാവ് അനേക കോടി ദേഹങ്ങൾ സൃഷ്ടിച്ച് അതിലിരുന്ന് പ്രപഞ്ചനാടകം ആസ്വദിക്കുന്നു എന്ന അനുഭൂതിയെയാണ് മായാവിയായ ഭഗവാന്റെ മായാലീലകളുടെ അർത്ഥവും ഫലവും അതുതന്നെയാണ്. ഇതിന് ഗുരുദേവൻ ഇവിടെ സിദ്ധിജാലവത് എന്ന് പറയാൻ കാരണം, സിദ്ധികൾ സിദ്ധനിൽ
ഉള്ള വിശേഷമായ കഴിവുകളാണ്. ആ സിദ്ധികളെ പുറത്തെടുത്ത് കാണിക്കുമ്പോലെ ആണ് ഭഗവാൻ മായ കൊണ്ട് പ്രപഞ്ചകാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. സിദ്ധിജാലവും സിദ്ധനും ഒന്നല്ല. അതുപോലെ പ്രപഞ്ചവും ഈശ്വരനും ഒന്നല്ല. സിദ്ധികൾ സിദ്ധനിൽ നിന്നാണ് പ്രകടമാകുന്നത്. അതുപോലെ പ്രപഞ്ചം ഈശ്വരനിൽ നിന്നാണ് പ്രകടമാകുന്നത്. എന്നാൽ പ്രപഞ്ചം സിദ്ധി പ്രകടനം പോലെ മായയും ആണ്. മയി സർവാണി ഭൂതാനി നത്വഹം തേഷു അവസ്ഥിത. ഭഗവാൻ പറയുന്നു, സർവചരാചരവും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിൽ ഇല്ല. അതേ ഗീതയിൽ മറ്റൊരിടത്ത് പറയുന്നു, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി. ഞാൻ സർവ്വതിലുമുണ്ട്, സർവ്വതും എന്നിലുമുണ്ട് എന്ന് പറയുന്നു. ആദ്യത്തെ ശ്ലോകത്തിൽ നത്വഹം തേഷു അവസ്ഥിത, ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ സർവഭൂതസ്ഥമാത്മാനം, ഞാൻ എല്ലാറ്റിലും ഉണ്ട് എന്നുമാണ് പറയുന്നത്. ഇത് പരസ്പര വിരുദ്ധമായി തോന്നാം. എന്നാൽ അതിനെ ഈ വിധത്തിൽ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയെന്നാൽ ഭഗവാനിൽ നിന്ന് ഉണ്ടായത് ഭഗവാൻ തന്നെ എന്ന അർത്ഥത്തിൽ എല്ലാറ്റിലും ഭഗവാനുണ്ട്. എന്നാൽ ഭഗവാനിൽ നിന്ന് ഉണ്ടായത് മായാകൽപിതമായ പ്രപഞ്ചമാണ്. അത് ഭഗവത് രൂപമല്ല, പ്രപഞ്ചരൂപമാണ്. പ്രപഞ്ചം അനേക രൂപമാണ്. ഭഗവാൻ പരബ്രഹ്മമാണ്, ഏകമാണ്, അഖണ്ഡമാണ്. പ്രപഞ്ചം മായാകൽപിതമാകയാൽ മിഥ്യയാണ്, സത്താരഹിതമാണ്. ആകയാൽ അതില്ലാത്തതും ആണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.